ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് ഒരു കിടിലൻ സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് രൂപത്തിലും ഭാവത്തിലും ഒക്കെ ചില വ്യത്യാസങ്ങൾ വരുത്തിയാൽ ഒറ്റ ഫില്ലിങ്ങിൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള പല ഷേപ്പിലുള്ള സ്നാക്സ് ഐറ്റങ്ങൾ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു 1/2 കപ്പ് മൈദയിലോട്ട് ഒരു നുള്ളു ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിൽ നമ്മൾ ആദ്യം കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാനിലോട്ട് ഒഴിച്ച് ദോശ ചുടുന്നത് പോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഓരോന്നായിട്ട് ആദ്യമേ ചുട്ട് എടുത്ത് മാറ്റാം. ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കുന്നതിനായി ഞാൻ ആദ്യമേ ഒരു പീസ് ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത്, ഒരു 3-4 വെളുത്തുള്ളി, ഒരു പിടി മല്ലിയില, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ആദ്യമേ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ചെറുതായിട്ടൊന്ന് അത് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പച്ചമുളകും ആ ഒരു തണ്ട് കറിവേപ്പിലയും ഞാൻ അതിനോടൊപ്പം ചേർത്ത് അതും കൂടി ഒന്ന് നന്നായിട്ട് വശക്കിയെടുക്കുവാണേ. ഇത് വശക്കിയെടുത്തതിന് ശേഷം 2 മീഡിയം സൈസ് സവാള ഞാൻ ചെറുതായി ചോപ്പ് ചെയ്തതുണ്ടായിരുന്നു. അതുകൂടെ ഞാൻ അതിലോട്ട് കുറേശ്ശെ ഇട്ട് അതുകൂടെ നന്നായിട്ട് ഞാൻ വശക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കൂട്ടിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുകൂടെ ചേർത്ത് ഞാൻ നന്നായി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുവാണ്. ഇവയെല്ലാം നന്നായി മിക്സ് ആയതിനു ശേഷം ഒരു 1/4 സ്പൂൺ ഗരം മസാലയും ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അത് കഴിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയില കൂടി അതിലോട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത ഒരു 1/4 കിലോയോളം ചിക്കൻ ഞാൻ അതിലോട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് കുക്ക് ചെയ്തെടുത്ത ചിക്കൻ ആയതുകൊണ്ട് ഇത് ഒരുപാട് നേരം മൂക്കണമെന്നില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതിയാവും. നേരത്തെ തന്നെ ദോശ പോലെ ചുട്ടുവച്ചിരിക്കുന്ന ആ ഒരു കവറിങ്ങിലോട്ട് ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ കുറേശ്ശെയായി വെച്ച് കൊടുത്തതിന് ശേഷം ഈ കാണുന്നത് പോലെ ഫില്ലിങ്ങിൻ്റെ താഴ്ഭാഗവും മേൽഭാഗവും ഒന്ന് മടക്കി വെച്ച് ഇരുഭാഗവും അതുപോലെ തന്നെ മടക്കി വെച്ചിട്ട് അവസാനത്തെ ആ മൂടുന്ന ലെയർ ഉണ്ടല്ലോ അത് മൈദാമാവ് ഇച്ചിരി ഒന്ന് കട്ടിയായിട്ട് കലക്കി ഒരു പശ പോലെ നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് അത് ക്ലോസ് ചെയ്ത് എടുക്കണം. ഇങ്ങനെ ക്ലോസ് ചെയ്തെടുത്ത ഈ ഐറ്റം ഉണ്ടല്ലോ ആദ്യം ഒന്ന് ഡിപ്പിങ്ങിനായിട്ട് നമ്മൾ മുട്ട പൊട്ടിച്ച ആ മിക്സിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം കോട്ടിങ്ങിനായിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് നല്ല ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോന്നായിട്ട് നമുക്ക് വറുത്ത് കോരി മാറ്റാം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇത് വളരെ വ്യത്യസ്തമായ രൂപത്തിലും ഷേപ്പിലും സൈസിലുമെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അങ്ങനെ ഞാൻ രണ്ടാമതായി ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഷേപ്പാണ് ഈ ത്രികോണ രീതിയിൽ കാണുന്നത്. ഇതെങ്ങനെ മടക്കണമെന്ന് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അടുത്ത വീഡിയോയിൽ ഇത് നിങ്ങൾക്ക് നന്നായി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഞാൻ 2 രീതിയിലുള്ള സ്നാക്സ് ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞു. ഫില്ലിംഗ് ഒന്നും അതിൻ്റെ രൂപം വ്യത്യസ്തമായ രീതിയിൽ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ചാനലിൽ തന്നെ കമൻറ്റായി തന്നെ രേഖപ്പെടുത്തണം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. എല്ലാവരും ഇത് കണ്ടതിന് ശേഷം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടെ വേണം കേട്ടോ.